ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് ട്രംപിൻ്റെ ഒരു പ്രാന്ത് ഗാസയിലുണ്ട്. അതിൽ നമ്മൾ മെമ്പറൊന്നും ആയില്ല. ട്രംപ് ഒരുപാട് പേരെ മെമ്പറാവാൻ ക്ഷണിച്ചു, ആരും അതിൽ പോയില്ല. ട്രംപിൻ്റെ ഈ കൂട്ടുകാരായ കുറച്ച് രാജ്യങ്ങൾ, അതിൽ ഇസ്രായേലും ഉണ്ട് കേട്ടോ, പാകിസ്ഥാനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. നമ്മളതിൽ പോയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അതിൻ്റെ മീറ്റിങ്ങിൽ ഒബ്സർവറായിട്ട് നമ്മൾ പോയി. അതിൽ മെമ്പറല്ല, പക്ഷേ നിരീക്ഷക രാജ്യമായിട്ട് നമ്മൾ പോയി. ക്വാഡിൽ നമ്മൾ മെമ്പറാണ്. ഏത്? അമേരിക്ക, ജപ്പാൻ, ഭാരതം, പിന്നെ ഓസ്ട്രേലിയ. ക്വാഡ്, അതിൽ നമ്മൾ മെമ്പറാണ്. ബ്രിക്സിൽ നമ്മൾ മെമ്പറാണ്. SCOയിൽ നമ്മൾ മെമ്പറാണ്, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് പിന്നെ പറയാൻ പറ്റുന്നത് നമ്മൾ പണ്ട് മുതലേ മെമ്പറാണ്. നമ്മൾ ഈ അന്താരാഷ്ട്ര ഫോറത്തിൽ ഒന്നും തന്നെ നമ്മൾ പുറകോട്ട് മാറി നിൽക്കാറില്ല. അതിൻ്റെ പർപ്പസ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ തീവ്രവാദത്തെ നേരിടുക, കള്ളപ്പണത്തെ നേരിടുക, ഇതൊക്കെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഈ FATF എന്ന് പറഞ്ഞിട്ട് ഈ കള്ളപ്പണത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെയുള്ള ഒരു സമിതി, യുണൈറ്റഡ് നേഷൻസിൻ്റെ, അതിൽ നമ്മളും കൂടെ ലോബി ചെയ്തിട്ടാണ് ഈ FATF ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു നിയമാവലി ഉണ്ടാക്കി. ആ നിയമം എല്ലാ രാജ്യങ്ങളും പാസ്സാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളുടെ ഈ PMLA എന്ന നിയമം ഉണ്ടല്ലോ, മണി ലോണ്ടറിങ് ആക്ട്, അത് നിലവിൽ വന്നത് 2013 ഈ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടാണ്, FATF വെച്ചിട്ടാണ്. അത് സിമിലർ നിയമം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കള്ളപ്പണം പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. കാരണം അന്ന് FATFൻ്റെ വിലയിരുത്തലനുസരിച്ച് ലോകത്തെ സമ്പദ് വ്യവസ്ഥകളെ അട്ടിമറിക്കുന്നതിൽ 1-ാം സ്ഥാനം കള്ളപ്പണത്തിനാണ്, 2-ാം സ്ഥാനമാണ് ടെററിസത്തിനുള്ളത്. ടെററിസം പോലും ഫണ്ടഡ് ബൈ കള്ളപ്പണം. അപ്പോൾ കള്ളപ്പണമാണ് പ്രധാനം. ഇപ്പോൾ നമ്പർ 1 കള്ളപ്പണമാണ്, നമ്പർ 2 ടെററിസമാണ്. ഇതായിരുന്നു അവരുടെ ലിസ്റ്റ്. അങ്ങനെ സ്ട്രിഞ്ചൻ കണ്ടീഷനുമായിട്ട് നമ്മളുടെ PMLA ആക്ട് വന്നു. ഇപ്പോഴും ED അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, ജാമ്യം കിട്ടാതെയൊക്കെ ആൾക്കാർ വിഷമിക്കുന്നത് ഈ ആക്ടിൻ്റെ ബലം കൊണ്ടാണ്. സുപ്രീം കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യപ്പെട്ടു, PMLA ആക്ട് ഓരോ സെക്ഷനായിട്ട്. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളുമായിട്ട് എത്തിയ ധാരണയുടെ പുറത്തുണ്ടാക്കിയ നിയമമാണ്. ആ നിയമം ഇന്ത്യൻ സുപ്രീം കോടതി റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് എടുത്ത നിലപാടിന് വിരുദ്ധമായിട്ട് സുപ്രീം കോടതി മറ്റ് രാജ്യങ്ങളിലേക്ക് സന്ദേശം അയക്കുന്നു എന്ന് വരും. അതുകൊണ്ട് ഞങ്ങൾ ഈ നിയമത്തെ എല്ലാ വകുപ്പും ശരിവയ്ക്കുകയാണ് എന്ന് പറഞ്ഞാണ് വിധി എഴുതിയത്. ഇപ്പോൾ വീണ്ടും അത് പിന്നെ പരിശോധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. PMLA ആക്ട് ഒരുപാട് പേരുടെ നെഞ്ചത്ത് കൊള്ളുന്നുണ്ട്. ഇപ്പോഴും ലിയോ നോക്ക്, സിമ്പിൾ, ഞാൻ അതിലൊരു ജഡ്ജ്മെൻറ്റലായിട്ട് പറയുകയല്ല. നമ്മളുടെ തന്ത്രിക്ക് ജാമ്യം കിട്ടിയല്ലോ. ജാമ്യം കിട്ടിയ തന്ത്രിക്ക് മാർച്ച് 4-ാം തീയതി ഹാജരാകാനായിട്ട് ED നോട്ടീസ് അയച്ചു, അല്ലേ? അതാണ് EDയുടെ ഗ്രിപ്പ്. എന്ന് വെച്ചാൽ നോർമൽ ക്രിമിനൽ ലോയുടെ അവിടെ വെച്ച് ED നിൽക്കുന്നില്ല, ED അതിലും മുന്നോട്ട് പോകുന്നു. എന്ന് വെച്ച് തന്ത്രി കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ആ പ്രോസസ്സ് പറഞ്ഞതേ ഉള്ളൂ. ഒരു അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ എത്തിയ ഒരു ധാരണ അത് 2013 നിയമമായിട്ട് മാറുകയും ഇപ്പോഴും അത് ആക്ട് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ അന്ന് 2013 മൻമോഹൻ സിംഗിൻ്റെ സർക്കാരായിരുന്നു, നരേന്ദ്രമോദി ഉണ്ടായിരുന്നില്ല. 2011 മറ്റോ ഈ പ്രോസസ്സോ ഡിസ്കഷൻ തുടങ്ങി, 2013 അത് നിയമമായി. അത് നരേന്ദ്രമോദിയുടെ ഗുണമൊന്നുമല്ല, അതിന് മുമ്പിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ ചെയ്തതാണത്. പക്ഷേ അവർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത് മോശമാണെന്ന് ഞാൻ പറയാൻ തയ്യാറില്ല. അവർ തന്നെ അത് മോശമാണെന്ന് പറയുന്നു, കോൺഗ്രസ് തന്നെ മോശമാണെന്ന് പറയുന്നു. ആ നിർഭാഗ്യത്തിന് 2014 മോദിയാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പാസ്സാക്കിയ ഒരു നിയമം നടപ്പാക്കിയത് മോഡി ആയതുകൊണ്ട് ഇപ്പം എന്തോ EDയെ വെച്ച് മോഡി ആൾക്കാരെ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതൊന്നും അല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഈ ടൂള് വന്നത് 2013 14 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. ആ ടൂൾ അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടി വരുന്നു. അല്ലാതെ മറ്റുള്ളവർക്ക് രാജീവ് ഗാന്ധിയുടെ കയ്യിൽ ഈ ടൂൾ ഉണ്ടായിരുന്നില്ല, എന്ന് ഉണ്ടാക്കിയിരുന്നില്ല. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ തമ്മിൽ എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ, അറേഞ്ച്മെൻറ്റുകൾ നടത്തുന്നുണ്ടോ നമ്മൾ അതിലൊക്കെ മെമ്പറായിരിക്കും. അതിലൊന്നും ഒരു തെറ്റുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് ഏതൊക്കെയാണോ കൂട്ടുകെട്ട് വേണ്ടത് അതിലെല്ലാം നമ്മൾ ചേരണം.